പകരമി ഞാനെന്തു നൽകാനെന്നമ്മേ കരളുരുകുമ്പോൾ ചിരിനീട്ട. യേശുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ കന്യാമരത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ ഏവർക്കും ആശംസിച്ചു. സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന പരിശുദ്ധ കന്യാമറിയം നമ്മുടെയും അമ്മയായി മാറുക ശക്തനായവൻ തനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നതിലൂടെയാണെന്ന് അമ്മ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ശക്തനായവൻ അമ്മയുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തത്? അനാദിയിലെ ലോകരക്ഷകനായ പുത്രൻ തമ്പുരാന്റെ അമ്മയായി തിരഞ്ഞെടുത്തതിലൂടെ പാപക്കറകളിൽ നിന്നും അമ്മയെ ശുദ്ധയാക്കുകയും അമ്മയുടെ ജീവിതത്തിൽ വിളകിയ നന്മയുടെ നിറവിനെ നന്മ നിറഞ്ഞ മറിയുമേ എന്ന് പ്രകീർത്തിക്കുകയും അതിനേക്കാൾ ഉപരി രക്ഷാകര പദ്ധതിയുടെ പങ്കാളിയാക്കി മാറ്റിക്കൊണ്ട് സഹനങ്ങളിലൂടെ രക്ഷകനെ ലോകത്തിൽ അവതരിപ്പിക്കുവാൻ അമ്മയെ മറ്റൊരു രക്ഷകയായി ദൈവം തിരഞ്ഞെടുക്കുകയായി. അങ്ങനെ സഹനത്തിലൂടെ രക്ഷ കൈവരുവാൻ ലോകത്തിന് തന്നെ സമർപ്പിച്ച പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം അമ്മയുടെ അമലോത്ഭവ തിരുനാളിൽ നമുക്കും ഏറെ മാതൃകയും ചിന്താദീപവും. അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തിലും പാപത്തിൽ നിന്നും പാപത്തിൻ്റെതായ എല്ലാവിധ ചെയ്തികളിൽ നിന്നും മാറിക്കൊണ്ട് നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒരു ജീവിതം നയിച്ച് ക്ലേശങ്ങളിലും കഷ്ടപ്പാടുകളിലും സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റിക്കൊണ്ട് ഈശോയെ ഏറ്റവും അടുത്തനുകരിച്ച് ഭാഗ്യമുള്ളവരായി തീരുവാൻ ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുകയാണ്. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധിയുടെ നിറവും പാപങ്ങളിൽ നിന്നുള്ള അകലവും കഷ്ടപ്പാടുകളിലും ക്ലേശങ്ങളിലും ദൈവസ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് കൂടിയായിരിക്കുവാനുള്ള കുറച്ച് തീരുമാനം എടുക്കുകയും അങ്ങനെ ഭാഗ്യമുള്ളവരും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഏറെ വിശ്വസിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.